കേരള NGO യൂണിയൻ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 25 മുതൽ 28 വരെ ജില്ലകളിൽ സംഘടിപ്പിച്ച കലാജാഥ പള്ളുരുത്തിയിൽ സമാപിച്ചു. നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന പേരിൽ ജില്ലാ കലാസമിതികൾ നടത്തിയ കലാജാഥ CITU ജില്ലാ പ്രസിഡന്റ് ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. സമകാലിക വിഷയങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് തെരുവ് നാടകം, സംഗീത ശില്പം എന്നിവയും കലാജാഥയിൽ അവതരിപ്പിച്ചു. പള്ളുരുത്തി വെളിയിലാണ് കേരള NGO യൂണിയൻ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ കലാജാഥ സമാപിച്ചത്. ഫെബ്രുവരി 25 മുതൽ 28 വരെ നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന പേരിൽ ജില്ലാ കലാസമിതികളാണ് കലാജാഥ സംഘടിപ്പിച്ചത്. ഉദ്ഘാടനം CITU ജില്ലാ പ്രസിഡന്റ് ജോൺ ഫെർണാണ്ടസ് നിർവഹിച്ചു. PA പീറ്റർ, KN സുനിൽകുമാർ, കൗൺസിലർമാരായ CR സുധീർ, PR രചന, NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PD സാജൻ, NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാക്സൺ ജോസ് എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സമര സംഘടനയായിട്ടുള്ള കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെമ്പാടും കഴിഞ്ഞ 25-ാം തീയതി മുതൽ ഇന്ന് 28-ാം തീയതി വരെ ഇത്തരത്തിലുള്ള കലാജാഥകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ കലാജാഥയുടെ ഭാഗമായി, ആ കലാജാഥയുടെ മുദ്രാവാക്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ്. ആ മുദ്രാവാക്യത്തിൽ തന്നെ എന്താണ് ഈ കലാജാഥ കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നതെന്നും എന്താശയമാണ് മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും വ്യക്തമാണ്. ദിവസകാലമായി ജാഥയിൽ അംഗങ്ങളായി പങ്കെടുത്തുകൊണ്ട് NGO യൂണിയന്റെ പ്രവർത്തകർ തന്നെ ജാഥയിൽ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഇടപെടുന്ന അതിൻ്റെ സാംസ്കാരിക വിഭാഗത്തിനും അഭിവാദ്യങ്ങൾ നേരുന്നു. സമകാലിക വിഷയങ്ങളെ കോർത്തിണക്കിയ തെരുവ് നാടകം, സംഗീത ശില്പം എന്നിവയും കലാജാഥയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സീറ്റ് തരാന്ന് പറഞ്ഞ് പറ്റിച്ചു. മണ്ഡലം പ്രസിഡന്റ് വീണ്ടും പറ്റിച്ചു. പ്രതിഷേധിച്ചല്ല അണ്ണൻ ആ ഗ്രൂപ്പ് മാറി ഈ ഗ്രൂപ്പിലേക്ക് വന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.